ഞാൻ മനോജ് ബാഹുലയൻ. എൻ്റെ അമ്മയാണ് ഇപ്പം ഈ തിരുവിക്കൽ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവകാശി. അപ്പം അമ്മയ്ക്ക് ശേഷം ഞാനായിരിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം തിരുവിക്കൽ തറവാടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കേട്ടിടത്തോളം ഇതൊരു 300 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തറവാടാണ്. വടക്കോന്ന് ഒരു നായർ തറവാട് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് പുതുക്കി പണിതാണെന്നാണ് അറിവ്. അപ്പം അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കണക്കനുസരിച്ച് 300 കൊല്ലത്തിന് മുകളിലേക്ക് പഴക്കമുണ്ട്. ഇന്നിവിടെ ഒരു കുടുംബ സംഗമമാണ് ഉണ്ടായത്. അപ്പം നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമല്ല. അപ്പം നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തോളം ദൈവാനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അമ്മ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 2001 അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് ഇത് ഓല മേഞ്ഞ തറവാടായിരുന്നു. അപ്പം അന്ന് നമ്മുടെ പുരയിടത്തിലുള്ള ഓല തന്നെ മേഞ്ഞായിരുന്നു ഇത് മേഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഓല മേയുന്ന ആൾക്കാരെ പോലും കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു പോകുന്നത്. അത് വളരെ ഉചിതമായ ഒരു സമയമായിരുന്നു. നമ്മൾ ഓല മേച്ചിൽ മാറ്റി ഇത് കംപ്ലീറ്റ് ഓടാക്കി അത് 2001 ചെയ്തു. അപ്പം അത് ചെയ്തപ്പോൾ തന്നെ ചിലവ് ഒത്തിരിയും കുറഞ്ഞു. എങ്കിൽ പറഞ്ഞ പോലെയും എല്ലാ 2 കൊല്ലത്തിലും നമ്മൾ നല്ലൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെച്ച് ചെതൽ കയറാതെയും മാസത്തിലൊരിക്കൽ. കാര്യം ഇവിടെ സ്ഥിരതാമസം ആരും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അപ്പം സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കലെങ്കിലും മുഴുവൻ തുറന്ന് ചെതലുമെല്ലാം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ റെഗുലറായിട്ട് ഒരു മെയിൻ്റനൻസ് നടത്തുന്നതുകൊണ്ടായിരിക്കാം ഇതിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും ആയിരിക്കാം. ഇത്ര വലിയൊരു 8 കെട്ട് ഈ രീതിയിൽ ഒരു റിസോർട്ട് പോലെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് അത് ഒരു വലിയ വെല്ലുവിളിയല്ലേ? വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ഒരു വെള്ളാനയുമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അമ്മൂമ്മയ്ക്ക് 13 മക്കളായിരുന്നു. ആ 13 മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് എൻ്റെ അമ്മ. അപ്പൊ അതിന് മുകളിലുള്ള എല്ലാ എൻ്റെ അമ്മാവന്മാരും വല്യമ്മമാരുമായിരുന്നു. അവരുടെ എല്ലാം മക്കള്, മരുമക്കള്, കൊച്ചുമക്കള് ഇങ്ങനെ അടങ്ങുന്ന ഈ 13 മക്കളെ ബേസ് ചെയ്തിട്ടുള്ള മാത്രം ഒരു വിഭാഗത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു ഇവിടെ നടന്നത്. ഒരു കുടുംബ സംഗമം. ഇത് 8 കെട്ടാണ്. ഇപ്പൊ ശരിക്കും പറയാനെങ്കിൽ ഞാൻ തന്നെ ഇതിനകത്ത് 6ാമത്തെ തലമുറയാണ്. ഈ വീട്ടിലെ പണ്ട് മുതലുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അവരുടെ എല്ലാം പാദപ്പലക എന്ന് പറയുന്നുണ്ട്. മരിച്ചു കഴിയുമ്പം ആ കാലിന്റെ പാദത്തിൽ ചന്ദനം പുരട്ടിയിട്ട് പലകയിലോട്ട് പതിപ്പിക്കും. അപ്പം എന്നിട്ട് അതിനകത്ത് അവർ മരിച്ച ആണ്ടും നക്ഷത്രമൊക്കെ എഴുതി വെക്കും, പേരും എഴുതി വെക്കും. അങ്ങനെ നമുക്ക് കുറെ പാദപ്പലകളുണ്ട് ഇവിടെ അറയ്ക്കാൻ. അതിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണെന്നൊക്കെ ഉള്ളത്. പിന്നെ അമ്മാവൻ പറഞ്ഞാണ് ആദ്യം 300 ശിഷ്ടം വർഷമായി എന്നൊക്കെ അറിഞ്ഞത്. ഏറ്റവും ഇളയ അമ്മാവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞു തന്നു. ഓല മേഞ്ഞതായിരുന്നു എൻ്റെ കൈ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിയായിട്ട് ഓലമേച്ചിന് മാറ്റി നമുക്ക് ഓടാക്കാം എന്നൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പുരയിടം ഹസ്ബൻഡിൻ്റെ ആയതുകൊണ്ട് അത് വിറ്റ് ആ പൈസയായിട്ട് നമുക്കിത് ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് വന്നു പോയി. ആ രൂപ പക്ഷേ എന്നെ ഏൽപ്പിച്ചിരുന്നു, ബാങ്കിലിട്ടിരുന്നു. അത് അതിനകത്തുനിന്നെടുത്താണ്. പിന്നെ ശരിക്കും പറയാനാണെങ്കിൽ ഇപ്പോൾ ഓലമേന്ന് തന്നെ പട്ടിയിലെന്ന് പറയുന്നത് കുറെ അകത്തി പട്ടിയിലടിച്ചാൽ മതി. ഓടെന്ന് പറയുമ്പോഴത്തേക്കും അതിനിടയ്ക്ക് തന്നെ 2 ലൈൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് 2 ആഞ്ഞിലി മുറിച്ച് അത് കഴുക്കോലാക്കി അതെല്ലാം വെച്ചടിച്ച് പിന്നെ ഇതെല്ലാം കരിയോയിൽ വരട്ടി കുറേ നാള് 2 ആഴ്ച ക്യൂറിംഗ് പീരീഡ് എന്നും പറഞ്ഞു ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഈ ഓട് പഴയ ഓടാണ്, അല്ലാതെ പുതിയ ഓട് വാങ്ങിച്ചതല്ല. പഴയ ഓട് കരുനാഗപ്പള്ളിയുടെ ഒരിടത്തുനിന്ന് വാങ്ങിച്ചു. അതിന് നല്ല കട്ടിയും ബലവും ഒക്കെ ഉള്ളതാണ്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വലിയ ചെമ്പിനകത്തിട്ട് ദിവസവും 2 പേരെ നിർത്തി ബ്രഷ് ഇട്ട് കഴിച്ച് അങ്ങനെ എടുത്ത ഓരോ ദിവസവും 2 ബ്രഷ് വീതം വേണം. കാര്യം ആ ബ്രഷ് വൈകിട്ടാകുമ്പോഴത്തേക്ക് അന്ന് തേഞ്ഞ് തീരും. അങ്ങനെ കഴുകിയെടുത്ത് അന്ന് ശരിക്കും തോന്നി പുതിയ വീടാണ്. കാര്യം ഓടെല്ലാം നല്ല ബ്രൗൺ കളറിൽ അതേ കളറിൽ തന്നെ ഇരുന്നുകൊണ്ട് 2001 അത് വളരെ ഇമ്പ്രസീവായിരുന്നു. പലരും ഇതിലെ പോകുന്നവരൊക്കെ അമ്പലമാണെന്ന് പറഞ്ഞ് കയറുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് പോലും ആരോ വന്ന് ഇപ്പം ഇവിടെ പൂമാലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അവർ വിചാരിച്ച അമ്പലമാണ്. ആ ഇടയ്ക്ക് എപ്പോഴും വരുമായിരുന്നു അമ്പലമാണെന്നും പറഞ്ഞ് ആൾക്കാർ പറയാം. ഞാൻ പറഞ്ഞു ചെറുവണ്ണിൽ അമ്പലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൊണ്ട് പോയാൽ മതി, അവിടെ കാണാം. സാധാരണ ഈ അറകൾക്കൊക്കെ ഈ ജനലുകൾ കാണാറില്ല. അപ്പൊ ഈ റിനോവേഷൻ നടന്നതിന്റെ ഭാഗമായിട്ടാണോ ജനലുകളൊക്കെ വെച്ചത്? ഇത് ശരിക്കും പറയാനെങ്കിൽ ഇത് നെല്ലിടുന്ന അറയായിരുന്നു. അത് എൻ്റെ മോന്റെ അഭിപ്രായം അനുസരിച്ച് ഇതുപോലെ ആ തടി തന്നെ മുറിച്ച് ജനലാക്കി അതിനകത്ത് പണ്ട് നെല്ലിട്ടുകൊണ്ടിരുന്നതാണ്.
അതിനകത്തുള്ള അറയ്ക്കകത്ത് അതിനൊക്കെ വിലപിടിപ്പുള്ള എന്തെങ്കിലും കൂടുതലും വിളക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റേ അറയും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ കുറേ പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ളതൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ന് വരെ മരുമക്കത്തായമായിരുന്നു ലാസ്റ്റ് കാരണവരുടെ സമയം വരെ. പക്ഷെ എൻ്റെ അമ്മയുടെ കാലമായപ്പോഴത്തേക്കും അത് മരുമക്കത്തായമായിരുന്നുകൊണ്ട് ആ അമ്മയ്ക്ക് കിട്ടിയത്. ആ അമ്മാവനായിരുന്നു അവരുടെ അമ്മാവൻ. അത് വീതിച്ചത് ഏറ്റവും ഇളയ അനന്തരത്തേക്ക് കൊടുത്തു. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത്. പക്ഷെ അമ്മയുടെ കാലം മുതൽ അത് മക്കത്തായമായി. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടി. ഇളയ മോനാണെങ്കിൽ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ പഴയ കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ്. അങ്ങനെ മോൻ്റെയും കൂടെ ഐഡിയ അനുസരിച്ചാണ് ഇത് പിന്നെ അന്ന് 2001 റെനോവേറ്റ് ചെയ്തത്. ഈ പഠിപ്പുര ആദ്യകാലത്തുണ്ടായിരുന്നു? ആദ്യം മുതലേ ഉള്ളതാണ്. സെറ്റ് പോലെ 4 സൈഡിലും 2 സെറ്റ് പോലെ ഒക്കെ ആയിട്ട് പടന്നു. ആ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ചാറ, വലിയൊരു ചാറ ഇവിടെ ഇരിക്കുന്നില്ലേ, അതെല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. രാജവംശമായിട്ടൊന്നും അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആരെയും കിട്ടുന്നില്ല കൃഷി ചെയ്യാനോ പിന്നെ ഞാർ നടാനോ അല്ലെങ്കിൽ കൊയ്യാനോ മെതിക്കാനോ അങ്ങനെയൊന്നും ആരും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും തന്നെയല്ല പല കണ്ടങ്ങളും നികത്തി വീടുകളൊക്കെ വെച്ച് ഇവിടൊക്കെ ചുറ്റിനും കണ്ടങ്ങളായിരുന്നു, നെൽകൃഷിയായിരുന്നു. അതൊക്കെ അങ്ങ് നിർത്തിയത് കൊണ്ട് പിന്നെ അങ്ങനെയുള്ള കൃഷികളൊന്നും ചെയ്യാതായി. അപ്പുറത്ത് പിന്നെ മെയിൻ റോഡ് പോകുന്നുണ്ട്. ആ റോഡും ഈ റോഡുമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇടയ്ക്കൊരൊറ്റ വീട് പോലും ഇല്ലായിരുന്നു. മുഴുവൻ നിലങ്ങളായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബസംഗമം. വേറെ പലതിനും ഇപ്പം പിന്നെ അവിടെ പിന്നെ കാവിൽ നൂറുംപാലം നടത്തുന്നതിന് കുടുംബക്കാരൊക്കെ വരും. അല്ലെങ്കിൽ എൻ്റെ അമ്മാവിൻ്റെ പിന്നെ പിറന്നാളിൻ്റെ ആഘോഷത്തിന് കുറേ പേര് വന്ന്, അതൊന്നും കമ്പൽസറി അല്ല, ഇഷ്ടമുള്ളവർ വരട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു കുടുംബസംഗമം ഇന്ന് ആദ്യമായിട്ട് എവിടെ നടന്നത്. ഇതുപോലെ തേങ്ങാവെട്ടിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ ഞാനിവിടെ വന്ന് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം താമസിച്ച് എല്ലായിടവും വൃത്തിയാക്കി തൂത്തിട്ടേക്ക് കൂട്ടിക്കിട്ടിയങ്ങ് പോകും.